ലോകമാകെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ആഹ്ലാദം അലയടിക്കുന്ന ഈ അവസരത്തിൽ അതിന്റെ പ്രതിഫലനം ഓഹരി വിപണിയിലും പ്രകടമാകുമോ? വർഷാവസാന നാളുകളിൽ വിപണികളിൽ കാണാറുള്ള സാന്റാക്ലോസ് മുന്നേറ്റം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയിലും പ്രതീക്ഷിക്കാമോ? എല്ലാ നിക്ഷേപകർക്കും ആഹ്ലാദപൂർണമായ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് കടക്കുകയാണ്. ഡിസംബർ 22 മുതൽ 26 വരെയുള്ള വ്യാപാര ദിനങ്ങളിൽ വിപണിയുടെ പ്രകടനം ഏത് തരത്തിലായിരിക്കുമെന്ന് വിശദീകരിക്കുന്ന ഈ പ്രിവ്യൂ ആദ്യം നിലവിലെ സ്ഥിതി വ്യക്തമാക്കുന്നു. തുടർന്ന് സമീപകാല സാധ്യതകൾ വിശകലനം ചെയ്യുന്നതിനൊപ്പം നിക്ഷേപകർ കൈക്കൊള്ളേണ്ട നിലപാടുകൾ, സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ എന്നിവ വിശദീകരിക്കുന്നു. വില സൂചികകളുടെ നിലവാര സാധ്യതകൾ പരിശോധിക്കുന്നുമുണ്ട്. നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ട ചില തീയതികൾ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി വിപണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കാം. തുടർച്ചയായ വീഴ്ചകൾക്ക് ശേഷം, അതായത് നീണ്ടുനിന്ന വീഴ്ചകൾക്ക് ശേഷം ഓഹരി വിപണി കഴിഞ്ഞ ആഴ്ച അവസാനിച്ചത് വളരെ ശുഭപ്രതീക്ഷ പകരുന്ന നിലവാരത്തിലാണ്. തുടർന്നുമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇത്ര തുടർച്ചയായ വീഴ്ച ഉണ്ടായത് എന്ന് പരിശോധിക്കാം. അതിന് പ്രധാന കാരണം വിദേശ ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള വലിയ തോതിലുള്ള ഓഹരി വിൽപ്പന തന്നെയായിരുന്നു. 2025, അതായത് കടന്നുപോകുന്ന ഈ വർഷം വിദേശ ധനസ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഓഹരി വിൽപ്പന നടത്തിയ വർഷമാണ്. ഇത്ര വലിയ തോതിൽ ഓഹരി വിൽപ്പന നടത്തിയ വർഷം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. വ്യാപാരത്തിന്റെ ഓരോ മണിക്കൂറിലും ഏതാണ്ട് 150 കോടിയോളം രൂപയുടെ ഓഹരികളാണ് വിദേശ ധനസ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിറ്റുമാറിയത് എന്നാണ് കണക്ക്. അതിൽ നിന്നും അതിന്റെ ആ ഭീകരത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇത്ര വലിയ വിൽപ്പന നടന്നിട്ടും അതിന് ആനുപാതികമായ ആഘാതം ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായില്ലെങ്കിൽ അതിന് പ്രധാന കാരണം ആഭ്യന്തര ധനസ്ഥാപനങ്ങളും അതുപോലെ തന്നെ ചില്ലറ നിക്ഷേപകരും വിപണിക്ക് നൽകിയ വലിയ തോതിലുള്ള പിന്തുണയാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലുള്ള പദ്ധതികളിലൂടെ നിക്ഷേപകർ വലിയ തോതിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ പണം മുടക്കുകയും അങ്ങനെ മുടക്കിയ പണം മ്യൂച്വൽ ഫണ്ടുകൾ ഓഹരി വിപണിയിലേക്ക് ഒഴുക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് വലിയ തോതിലുള്ള പ്രത്യാഘാതം അനുഭവിക്കാൻ ഇടയാകാതെ പോയത്. വിപണിയെ തകർച്ചയിലേക്ക് നയിച്ച മറ്റൊരു പ്രധാന ഘടകം രൂപയുടെ വിലത്തകർച്ച തന്നെയായിരുന്നു. രൂപ ഒരു ഘട്ടത്തിൽ 91 രൂപ നിലവാരത്തിലേക്ക് വരെ പോകുന്നത് കണ്ടു. ഇത്ര മോശമായ അവസ്ഥ മുമ്പ് ഉണ്ടായിട്ടില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകുകയും പൊതുമേഖലയിലെ ബാങ്കുകളെ കൊണ്ട് വലിയ തോതിൽ ഡോളർ വിൽപ്പന നടത്തിക്കുകയും ഒക്കെ ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപയെ കരകയറ്റാൻ വലിയ ശ്രമം നടത്തുകയുണ്ടായി. എങ്കിൽ പോലും ഇപ്പോഴും ഏതാണ്ട് 5% മൂല്യത്തകർച്ച നേരിട്ട നിലയിലാണ് രൂപ. എങ്കിലും ഇത് ഭയാശങ്കകൾക്ക് അവകാശമില്ലാത്ത ഒരു സ്ഥിതിയാണെന്നാണ് നിരീക്ഷകരുടെ പക്ഷം. ഇനി സമീപ ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാനിടയാനുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് കരുതാവുന്ന എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കാം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ നീണ്ടുപോകുന്ന, അതായത് അനന്തമായി തന്നെ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മറ്റു പല രാജ്യങ്ങളുമായും സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഏതാണ്ട് 50ഓളം രാജ്യങ്ങളുമായി ഇന്ത്യ സജീവമായ ചർച്ചയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പല രാജ്യങ്ങളുമായും സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കാൻ ഇതിനകം സാധിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച ഒമാനും ഇന്ത്യയും തമ്മിൽ ഒരു കരാർ ഒപ്പുവെക്കുകയുണ്ടായി. ഇതിനു പുറമെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിലായി ഓസ്ട്രേലിയ, UAE, മൊറീഷ്യസ്, UK എന്നിവയുമായിട്ടും സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കാൻ ഇന്ത്യക്ക് സാധ്യമായി. ഇതിനു പുറമെ 4 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ടും ഇന്ത്യ വ്യാപാര കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ഇതിന് ഒക്കെ പുറമെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കുവാനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്.
അതിനിടെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയും കാനഡയും തമ്മിൽ യുറേനിയം സംബന്ധിച്ചൊരു കരാർ ഒപ്പുവെക്കാനുള്ള സാധ്യത വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നാണ്. കാനഡയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദ ഗ്ലോബ് ആൻഡ് മെയിൽ എന്ന പത്രമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ കരാർ സാധ്യമാകുമ്പോൾ കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വലിയ തോതിൽ യുറേനിയം ലഭ്യമാകും. ഇന്ത്യയിലെ പല റിയാക്ടറുകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കനേഡിയൻ എഞ്ചിനീയർമാരാണ്. കാനഡയിൽ രൂപകൽപ്പന ചെയ്ത റിയാക്ടറുകളാണ് ഇന്ത്യയിൽ കൂടുതൽ ഉള്ളത് എന്നതിനാൽ ഇന്ത്യക്ക് യുറേനിയം സംബന്ധിച്ച് കാനഡയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നത് വലിയ കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജി പ്രോഗ്രാമിന് വലിയ തോതിലാണ് യുറേനിയം ആവശ്യമായിട്ടുള്ളത്. ഇതിനു പുറമെ വിപണിയെ സ്വാധീനിക്കാനിടയുള്ള മറ്റൊന്ന് ഉക്രൈൻ നാറ്റോ അംഗത്വം സംബന്ധിച്ച മോഹം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ലെങ്കിലും യുക്രൈൻ അതിന് സമ്മതം മൂളി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാഷിംഗ്ടന്റെ നിർദ്ദേശപ്രകാരമാണിത്. 4 വർഷം നീണ്ട റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ നേട്ടം ലഭിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ ആയിരിക്കും. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള പിഴച്ചുങ്കം 25%. അത് പിൻവലിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായേക്കാം. പക്ഷേ ഒരു കടമ്പ കൂടി ബാക്കിയുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധം തീരണമെങ്കിൽ റഷ്യ ഒരു നിബന്ധന കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് ഉക്രൈന്റെ കൈവശമുള്ള ഒരു പ്രദേശത്ത് നിന്ന്, അതായത് ഡോൺബാസ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്, അവിടെ നിന്ന് ഉക്രൈൻ പൂർണ്ണമായും പിന്മാറണം എന്നാണ് റഷ്യ മുന്നോട്ട് വച്ചിട്ടുള്ള ആ ആവശ്യം. അതുകൂടി പാലിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ യുദ്ധം തീരാനുള്ള സാധ്യത കാണുന്നുള്ളൂ. എങ്കിൽ പോലും യുദ്ധ സാധ്യത തീരാൻ ഉള്ള ശ്രമങ്ങൾ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. മറ്റൊന്ന്, ഇന്ത്യ ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഡെക്സിൽ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ്. അതായത് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്തേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. ഇത് ആഗോള തലത്തിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മത്സരത്തിൽ ഇന്ത്യയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതാണ് ഈ ഉയർന്ന റാങ്കിങ്. ഈ റാങ്കിങ് നൽകിയിരിക്കുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഗ്ലോബൽ AI വൈബ്രന്റ് ടൂൾ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഇന്ത്യക്ക് മുമ്പ് 7-ാം സ്ഥാനമായിരുന്നു എന്ന് ഓർക്കണം. ആ സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നത്. ഇന്ത്യൻ വിപണിക്ക് ആശ്വാസകരമായ മറ്റൊരു ഘടകം രൂപയുടെ ഇപ്പോഴത്തെ നിലവാരമാണ്. 91 എന്ന മോശമായ നിലവാരത്തിലേക്ക് പോയെങ്കിലും ഇപ്പോൾ അവിടെ നിന്നൊക്കെ മുന്നേറാൻ ഏതാണ്ട് 90 രൂപ നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ നേട്ടമാണ്. 90 രൂപ എന്ന നിരക്ക് പോലും അല്പം കൂടിയതാണെങ്കിൽ പോലും അതിൽ പോലും ആശങ്ക വേണ്ടെന്ന നിലപാടാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കുള്ളത്. അവർ ചൂണ്ടിക്കാട്ടുന്നത് 2018-നും 2020-നും ഇടയിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര സംഘർഷം മൂർച്ഛിച്ചിരുന്ന കാലത്ത് യുവാൻ ഏതാണ്ട് 12% മൂല്യത്തകർച്ച നേരിട്ടു. എന്നാൽ അതിൽ നിന്നൊക്കെ കരകയറാൻ യുവാന് സാധിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ രൂപയ്ക്കും ഡോളറുമായുള്ള വിനിമയത്തിൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സാമ്പത്തിക നിരീക്ഷകർ കണക്കാക്കുന്നത്. പണപ്പെരുപ്പത്തിന്റെ നിരക്കാണ് വിപണിക്ക് ആശ്വാസകരമായ മറ്റൊരു ഘടകം. പണപ്പെരുപ്പത്തിന്റെ നിരക്ക് 0.71% ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതൊരു പക്ഷേ കുറച്ചുകൂടി കൂടിയാൽ പോലും വലിയ അപാകതയൊന്നുമില്ല. കാരണം ഈ 0.71% എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള ടോളറൻസ് ലെവലിനേക്കാൾ വളരെ വളരെ താഴ്ന്ന നിലവാരമാണ്. ഈ നിലവാരം ഏതാണ്ട് 6 മാസത്തേക്ക് കൂടി തുടരുമെന്ന നിരീക്ഷണമാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു 0.5% പലിശ ഇളവിനു കൂടി ഒരുപക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറായി എന്ന് വന്നേക്കാം. അത് അങ്ങനെ സംഭവിച്ചാൽ അത് വിപണിക്ക് വളരെ അനുകൂലമായ ഘടകമായിരിക്കും. ഇന്ത്യയും ഒമാനും തമ്മിൽ കരാർ ഒപ്പുവെച്ചുവെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇതിന്റെ വലിയ നേട്ടം കയറ്റുമതി രംഗത്താണ് അനുഭവപ്പെടുക. ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, ലെതർ, പ്ലാസ്റ്റിക്സ്,
അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ്, മെഡിസിൻസ്, മെഡിക്കൽ ഡിവൈസസ്, ഓട്ടോമൊബൈൽസ് തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ ഒരു താരിഫും കൊടുക്കാതെ, ഒരു ചുങ്കവും നൽകാതെ ഒമാനിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുമെന്നതാണ് നേട്ടം. വിപണിയെ സ്വാധീനിക്കാനിടയുള്ള മറ്റൊന്ന് US പണപ്പെരുപ്പത്തിന്റെ നിരക്ക് കുറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ്. ഇത് ഫെഡറൽ റിസർവ് വീണ്ടും ഒരു പലിശ ഇളവിന് തയ്യാറായേക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റൊന്ന് ഇൻഷുറൻസ് ബില്ല് പാർലമെന്റ് പാസാക്കിയിരിക്കുന്നതാണ്. ഇൻഷുറൻസ് ബിൽ പാസാക്കിയതോടുകൂടി ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളിലെ വിദേശ പങ്കാളിത്തം 100% വർദ്ധിപ്പിക്കാനുള്ള അനുമതിയാണ് ലഭ്യമായിരിക്കുന്നത്. ഇതുവരെ ഇത് 74% 100% വിദേശ നിക്ഷേപ അനുമതി ലഭിച്ചതോടെ കൂടുതൽ വിദേശ ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിലെത്തും. ഇന്ത്യയിലെ വിദേശ കമ്പനികൾക്കാണെങ്കിൽ തന്നെ കൂടുതൽ മത്സരക്ഷമതയോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കും. അങ്ങനെ ഇൻഷുറൻസ് രംഗത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നത് വിപണിക്ക് വളരെ അനുകൂലമായ കാലാവസ്ഥയായിരിക്കും സൃഷ്ടിക്കുക. ഇതിന് പുറമെ ലേബർ കോഡ് പാസ്സായിട്ടുണ്ട്. അതിന്റെ പ്രയോജനവും ക്രമേണ ഇന്ത്യയിൽ കണ്ടു തുടങ്ങുകയായി. അതിന്റെ നേട്ടവും വിപണിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും അടുത്ത ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിച്ചേക്കാവുന്ന നെഗറ്റീവ് ആയുള്ള ഘടകങ്ങൾ എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാര ദിനങ്ങളുടെ കുറവാണ്. 4 ദിവസം മാത്രമാണ് ഈ ആഴ്ച വ്യാപാരമുള്ളത്. ക്രിസ്മസ് പ്രമാണിച്ച് 25-ന് വിപണിക്ക് അവധിയായിരിക്കും. അതിനാൽ 4 ദിവസത്തിലേക്ക് വ്യാപാരം ഒതുങ്ങും. ഹോളിഡേ മൂഡ് ആയതിനാൽ സ്വാഭാവികമായും വ്യാപാരത്തിന്റെ തോതിൽ വലിയ തോതിലുള്ള ഇടിവായിരിക്കും അനുഭവപ്പെടുക. വിദേശ സ്ഥാപനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ വിപണിയിൽ നിന്ന് വിട്ടുനിൽക്കും. ഒരു കണക്കിന് അത് നല്ലതാണ്. കാരണം വിദേശ ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള വിൽപ്പന ഇല്ലാതിരിക്കുമല്ലോ. എങ്കിൽ പോലും അത് മൊത്തത്തിൽ വിപണിയുടെ ഉത്സാഹം കെടുത്തുന്ന ഒന്നായിരിക്കും. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വിദേശ ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള ഓഹരി വിൽപ്പന ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, അവ ഓഹരികൾ വാങ്ങുന്നതും കാണപ്പെടുകയുണ്ടായി. ഇനി ഇയർ എൻഡ് സെല്ലിംഗ് എന്നതൊരു ചില നിക്ഷേപകർ സ്വീകരിക്കുന്ന തന്ത്രമാണ്. അതും വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. അതിനാൽ അതിന്റെ പ്രത്യാഘാതവും വിപണിയിൽ അനുഭവപ്പെട്ടേക്കാം. ഇനി സൂചികകളുടെ നിലവാരം ഒന്ന് പരിശോധിക്കാം. സെൻസെക്സ് അവസാനിച്ചത് 84,929.36 നിലവാരത്തിലാണ്. നിഫ്റ്റി അവസാനിച്ചത് 25,966.40 നിലവാരത്തിൽ. നിഫ്റ്റി ബാങ്കിന്റെ അവസാനത്തെ നില 59,069.20 ആയിരുന്നു. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിക്ക് ലഭിച്ചേക്കാവുന്ന പിന്തുണയുടെ നിലവാരം 25,700-നും 25,600-നും ഇടയിലായിരിക്കുമെന്ന് അനുമാനിക്കാം. അതേസമയം നിഫ്റ്റിക്ക് നേരിട്ടേക്കാവുന്ന പ്രതിരോധം 26,000 പോയിന്റ് നിലവാരത്തിലായിരിക്കും. 26,000 പോയിന്റ് നിലവാരത്തിലെ പ്രതിരോധം പിന്നിടാൻ കഴിഞ്ഞാൽ പോലും 26,100-നും 26,200 പോയിന്റിനും ഇടയിൽ വലിയ കടമ്പയായിരിക്കും പിന്നിടേണ്ടി വരിക. അതിനുള്ള സാധ്യതയോ അതിനുള്ള കരുത്തോ തൽക്കാലം വിപണിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിൽ എന്ത് തന്ത്രമായിരിക്കണം അല്ലെങ്കിൽ എന്ത് നിലപാടായിരിക്കണം നിക്ഷേപകർ സ്വീകരിക്കേണ്ടത് എന്ന് നോക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നേറ്റത്തിനോ അല്ലെങ്കിൽ ഇടിവിനോ സാധ്യതയില്ലാത്ത ഒരു അനിശ്ചിതത്വമാണ് വിപണിയിലുള്ളത്. അതിനാൽ തന്നെ നേടിക്കഴിഞ്ഞ ലാഭം, അതായത് ലാഭത്തിന്റെ നിലവാരം, അത് സംരക്ഷിക്കുക എന്ന നിലപാടായിരിക്കണം നിക്ഷേപകർ കൈക്കൊള്ളേണ്ടത്. അതായിരിക്കും ബുദ്ധിപൂർവമായ നിലപാട്. മറ്റൊന്ന്, ഫണ്ടമെന്റലി സ്ട്രോങ് ആയ പല ഓഹരികളുടെയും വില നിലവാരം എന്ന് പറയുന്നത് വളരെ താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥിതിക്ക് അവ ഇപ്പോൾ വാങ്ങുന്നത് വളരെ ആദായകരമായിരിക്കും. ഇല്ലെങ്കിൽ ഭാവിയിൽ വളരെ നേട്ടത്തിന് അത് ഉതകുന്നതായിരിക്കും. ഇനി ഏതാനും റെക്കോർഡ് തീയതികൾ പരിശോധിക്കാം. കാനറ റോബക്കോ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഇടക്കാല ലാഭവിഹിതം നൽകുന്നതിന് വേണ്ടി ഡിസംബർ 22 റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുണ്ട്. നുവാമ വെൽത്ത് മാനേജ്മെന്റ് ലിമിറ്റഡ് 10 രൂപ മുഖവിലയുള്ള ഓഹരികൾ
രൂപ മുഖവിലയുള്ള ഓഹരികളായി സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുള്ള റെക്കോർഡ് തീയതി ഡിസംബർ 26 അവസാനമായി ഫോക്കസ് ഓൺ ഫൈനാൻസ്. എല്ലാ പ്രിയപ്പെട്ട നിക്ഷേപകർക്കും വീണ്ടും ക്രിസ്മസ് മംഗളാശംസകൾ നേരുന്നു.